ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഞായറാഴ്ച രാവിലെയോടെ നടൻ വിജയ് തമിഴ്നാടിന്റെ 9ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പൂർണ്ണമായും സിനിമാ മേഖലയിൽ നിന്നുമെത്തി മുഖ്യമന്ത്രിയാകുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ആളാണ് വിജയ്. വെറും 2 വർഷം മുൻപ് തന്റെ ഫാൻസ് അസോസിയേഷനുകളെ മാറ്റി തമിഴക വെട്രി കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയ താരത്തിന്റെ ഭരണരംഗത്തേക്കുള്ള ഉദയവും അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഭവങ്ങളും ശരിക്കും സിനിമാ സ്റ്റൈലിൽ ഉദ്വേഗം നിറഞ്ഞതായിരുന്നു. സാധാരണഗതിയിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർ ധരിക്കുന്ന അലക്കി വെളുപ്പിച്ചതോ വടിവെത്തതോ ആയുള്ള തൂവള വസ്ത്രങ്ങളായിരുന്നില്ല താരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് ധരിച്ചിരുന്നത്. എന്തിന് മുണ്ടുപോലുമല്ല, ഷാർപ്പ് ബ്ലാക്ക് സൂട്ടും വെള്ള ഷർട്ടും കറുത്ത പാന്റുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. പരമ്പരാഗത രാഷ്ട്രീയക്കാരൻ എന്ന ഇമേജിൽ നിന്നുള്ള പുറത്തുകടക്കലാകാം ഇതിലൂടെ വിജയ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി DMK, AIDMK പാർട്ടികളുടെ ഭരണമാണ് തമിഴ്നാട്ടിൽ നടന്നത്. ഇതിൽ നിന്നുമുള്ള പ്രകടമായ മാറ്റം കാണിക്കാൻ കൂടിയാകും ഔദ്യോഗിക ചടങ്ങിൽ പൂർണ്ണമായും ഫോർമലയല്ലാത്ത ഇത്തരം വേഷരീതി വിജയ് സ്വീകരിച്ചത്. സോൾട്ട് ആൻഡ് പെപ്പർ മുഖം കൂടിയായപ്പോൾ ഇതിന് ഏറെ പ്രാധാന്യം കൈവന്നു. എന്നാൽ തന്റെ ദ്രാവിഡ രാഷ്ട്രീയത്തോടുള്ള അടുപ്പം കാണിക്കാൻ പെരിയാർ വി രാമസ്വാമി നായിക്കരെ പോലെ കറുപ്പ് വസ്ത്രം ധരിച്ചതാകാം അദ്ദേഹമെന്നും ചിലർ പറയുന്നുണ്ട്. കാര്യമെന്തായാലും അദ്ദേഹത്തിന്റെ ജയം പോലെ വസ്ത്രധാരണവും ചർച്ചകൾക്ക് കാരണമായി. ഒരു പുതുയുഗത്തിന്റെ തുടക്കമായും കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ ഹൈബ്രിഡ് നേതൃത്വത്തിന്റെ ചിഹ്നമാണ് വിജയുടെ വേഷവിധാനമെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ശരിക്കും സർക്കാരിന്റെ രൂപഘടന മുതൽ പതിവ് സംവിധാനത്തിൽ നിന്നുള്ള മാറ്റം കാണാനുണ്ട്. ശക്തമായ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഭാഷ പറയുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളായ DMKയും AIDMKയും പിന്നിൽ നിർത്തി താരതമ്യേന പുതുപുത്തൻ പാർട്ടിയായ വിജയുടെ കയ്യിലേക്ക് അധികാരത്തിന്റെ കസേര തമിഴ് ജനത വെച്ചുനീട്ടാൻ കാരണം വിജയ് മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. വിഭജനത്തിന്റെ രാഷ്ട്രീയം വേണ്ട, BJPയുടെ ആശയം വേണ്ട എന്നിങ്ങനെ വാദിക്കുന്ന TVK സാധാരണക്കാരന് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് താനെന്ന് വിജയ് പറഞ്ഞത് തമിഴകം ഹൃദയത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം ഏതെങ്കിലും പ്രസ്ഥാനത്തിനൊപ്പം നിന്നില്ല, പുതിയതായി ഒരെണ്ണം ആരംഭിക്കുകയാണ് ചെയ്തത്. തനി സിനിമാ സ്റ്റൈലിൽ സത്യവാചകം കാണാതെ പറഞ്ഞതും ആവേശത്തോടെ അത് ചൊല്ലിയതും സത്യപ്രതിജ്ഞ കണ്ട ആയിരങ്ങൾ വിജയ് ഹൃദയത്തിലേറ്റിയിട്ടുണ്ടാകും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ താനൊരു സാധാരണക്കാരനാണെന്നും ഒരുമയാണെല്ലാമെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു. ഞാനൊരു ദൈവദൂതനല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ആളുകൾ എന്നോടൊപ്പം നിന്നാൽ എന്തും നമുക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും വിജയ് പറഞ്ഞു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ പണവും ജാതി സമവാക്യങ്ങളും ഉപയോഗിച്ച് വോട്ട് പിടിക്കുമ്പോൾ തമിഴക വെട്രി കഴകം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഡിജിറ്റൽ ക്യാമ്പയിനിങ്ങിലാണ്. ഇന്ത്യയിൽ ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും സോഷ്യൽ മീഡിയയിലൂടെ കരുത്തിൽ വിജയിച്ച ഒന്നായി ഇതിനെ മാധ്യമ വിദഗ്ധർ വിലയിരുത്തുന്നു. വിജയുടെ ഫാൻസ് ക്ലബ്ബുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് സുസംഘടിതമായ ഒരു IT വിങ് ആയി മാറി. വിജയുടെ പ്രസംഗങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാം റീൽസുകളായി യൂട്യൂബ് ഷോർട്സുകളുമായി മാറ്റി യുവാക്കളിലേക്ക് എത്തിച്ചു. മധുരയിലെ ഒരു സെൽഫി വീഡിയോ 24 മണിക്കൂറിനുള്ളിൽ 9 കോടി ആളുകൾ കണ്ടത് ഈ സ്വാധീനത്തിന്റെ തെളിവാണ്. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നതിനേക്കാൾ വിജയ് ഇഷ്ടപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെ അനുയായികളോട് നേരിട്ട് സംസാരിക്കാനാണ്. ഞാനൊരു ധനിക കുടുംബത്തിലെ അംഗമല്ല, ദാരിദ്ര്യവും വിശപ്പും എന്തെന്ന് എനിക്കറിയാം. നിങ്ങളിൽ ഒരാളാണ് ഞാൻ. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായി ജനിച്ച് സിനിമയിൽ വിജയം കണ്ടയാളാണ് ഞാനെന്ന് വിജയ് പറഞ്ഞത് ഇങ്ങനെ. തമിഴകത്തിന്റെ ദ്രാവിഡ രാഷ്ട്രീയ ശൈലിയിലെ വസ്ത്രധാരണത്തിന് മാറ്റം വരുത്തിയത് ആദ്യമായി ചെയ്തത് എന്നാൽ വിജയ് അല്ല. അതിന്റെ പേരിൽ കോടതി വ്യവഹാരത്തിൽ വരെ എത്തിപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും അന്ന് ഉപമുഖ്യമന്ത്രിയുമായിരുന്ന ഉദയനിധി സ്റ്റാലിനാണ്. 2024 ഒരു പൊതുപരിപാടിയിലെത്തിയ ഉദയനിധി വെള്ള ടീഷർട്ടും ജീൻസുമാണ് ധരിച്ചിരുന്നത് എന്നും ഇത് 2019 സർക്കാർ ഉത്തരവിന്റെ ലംഘനമാണെന്നും കാട്ടി M സത്യകുമാർ എന്ന അഭിഭാഷകനാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ഇതിന് മറുപടിയായി അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ നിയമം ബാധകം, മന്ത്രിമാർക്കല്ല എന്നാണ്. മുഖ്യമന്ത്രിയായി വിജയ് ജയിച്ചു കയറിയത് സംസ്ഥാനത്തെ 1.22 കോടി ജെൻസി വോട്ടർമാരുടെ കൂടി പിന്തുണയാലാണ്. അതിനാൽ തന്നെ ചുവപ്പിനും കറുപ്പിനും പ്രാധാന്യമുള്ള പഴയ തലമുറയിൽ നിന്നും പുതിയ കാലത്തിന്റെ പ്രതീക്ഷയായ പുത്തൻ വോട്ടർമാരിലേക്കുള്ള മാറ്റമാണിത് എന്നും ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.